ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും എന്ത് പറയണു? സുഖല്ലേ? ഭയങ്കര ചൂടൊക്കെ അല്ലേ? എന്നാലും നമ്മുടെ ക്ലാസ്സുകൾക്കൊന്നും ഒരു കുറവും വരുത്തണ്ട. ഒരുപാട് അനുഭവങ്ങളും വിവരങ്ങളും ഒക്കെ പകർന്നു തരാൻ പറ്റുന്ന നല്ല ഒരുപാട് ട്രെയിനേഴ്സും സെഷൻ എടുത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ട്രെയിനേഴ്സും ഉള്ള നമ്മുടെ ട്രാൻസ്പെറന്റ് ഗ്രൂപ്പിന്റെ തേർഡ് എപ്പിസോഡ് ഇന്നിവിടെ വരുവാണ്. ഈ തേർഡ് എപ്പിസോഡ് ഹാൻഡിൽ ചെയ്യാൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ സീന സിനോജ്, ഒരു ബഹുമുഖ പ്രതിഭ എന്നൊക്കെ നമുക്ക് പറയാട്ടോ. വളരെയധികം പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് സീന മാം. ടീച്ചറാണ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ട്രെയിനറാണ്, സർട്ടിഫൈഡ് കരിയർ മെന്റർ ആണ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ നല്ലൊരു അമ്മ, നല്ലൊരു കുടുംബിനി, കൂടാതെ നല്ലൊരു പാട്ടുകാരിയും കൂടിയാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. നല്ല ചുടലമായ വാക്കുകളും സംസാര ശൈലിയും കൊണ്ട് നമ്മളൊക്കെ പിടിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള വളരെ എന്താ പറയാ വളരെ സ്വീകാര്യമായ ഒരു വ്യക്തിത്വം, അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ച് തരാനാണെങ്കിലും അതിനെ എങ്ങനെയൊക്കെ അതിന്റെ എല്ലാ അർത്ഥതലങ്ങളും മനസ്സിലാക്കി തരാനും സീന മാമിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അതെന്തായാലും ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അതൊക്കെ ബോധ്യമാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സീന മാമിന്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് അനുഭവമാകും. ഇന്നത്തെ ഒരുപാട് നാളത്തെ അനുഭവ പരിചയവും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു നല്ല ട്രെയിനറാണ് കേട്ടോ സീന മാം. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇന്ന് സീന മാം കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തില് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഗോഡ്മാന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എങ്ങനെയൊക്കെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, അതിനുള്ള എങ്ങനെയൊക്കെയാണ് ഒരാൾ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത്. ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയാ നമ്മൾ വിചാരിക്കേണ്ട രണ്ടുപേര് തന്നെയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല മാർഗനിർദ്ദേശം നൽകുന്നത്, നമുക്ക് പറയുന്ന പോലെ ലോകത്ത് ഏറ്റവും ശക്തമായ ഏറ്റവും വിശ്വസനീയമായ ഒരു രീതിയാണ് ഗോഡ്മാന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് പ്രാക്ടിക്കലാണ്, നമുക്ക് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സീന മാമിന്റെ അനുഭവ പരിചയവും കഥകളും ഒക്കെ ചേർത്ത് നമുക്ക് വളരെ നല്ലൊരു സെഷൻ ഇന്ന് സമ്മാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഈ ട്രാൻസ്പെറന്റ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും, അതുപോലെ നമ്മുടെ കേൾവിക്കാരും കൂട്ടുകാരും ഒക്കെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സീന മാമിനെ ക്ഷണിക്കുന്നു ഈ ഫ്ലോറിലേക്ക് വരിക. ഗുഡ് ഈവനിങ് ഓൾ. താങ്ക് യു റാണി മാം. നല്ലൊരു വെൽക്കം, അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രോ എനിക്ക് നൽകിയതിന് ആദ്യം തന്നെ റാണി മാമിനോട് താങ്ക് യു പറയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. വളരെ നല്ലൊരു ദിവസം കൂടി ഇന്ന് നമ്മൾ കടന്നു പോവുകയാണ് അല്ലേ? എല്ലാവരും വളരെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. ഇപ്പം റൗസാറ് മാത്രമാണ് ജോലിക്ക് പോയത് അമേരിക്കയിലായതുകൊണ്ട്. അങ്ങനെ എല്ലാവരും നല്ല എനർജറ്റിക് ആയ ആ ഒരു ദിവസത്തിന്റെ എനർജി കുറഞ്ഞൊരു ലെവലിലേക്ക് നമ്മൾ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വേളയിൽ നമുക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം തന്നെ നമുക്ക് പറയുന്നതായിരിക്കും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക അല്ലെ? എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും മാം. യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, റാണി മാം ഇൻട്രോ പറഞ്ഞു അല്ലെ, അതിന്റെ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ ടോപ്പിക്കിൽ ഞാൻ ഈ ഗോഡ്മാന്റെ അപ്രോച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? എന്തൊക്കെ റിലേഷൻഷിപ്പ് നമുക്ക് കാണാം? എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ? ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ ആദ്യം തന്നെ പറയുമ്പോ വേഗം എടുത്തു പറയാം അല്ലെ, സൗഹൃദങ്ങള്. ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ഫാദർ മദർ അല്ലെ, സിസ്റ്റർ ബ്രദർ, ഇങ്ങനെയൊക്കെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ? പക്ഷെ ഇതിന്റെയൊക്കെ ബേസിക് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ഫാമിലി അല്ലെ? ഓക്കെ, താങ്ക് യു. ഫാമിലി അല്ലെ?
അതായത് നമ്മൾ ഫാമിലിനെ പലപ്പോഴും പറയാറുണ്ട്, കൂടുമ്പോൾ ഇമ്പം കൂടുന്നതാണ് ശരിക്ക് കുടുംബം എന്ന് പറയുന്നത് അല്ലെ. യഥാർത്ഥത്തിൽ അത് സത്യം തന്നെയാണ്. അപ്പോൾ ഈ ഫാമിലി എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അവിടെ ഒരു എന്താണ്, ഒരു ഹസ്ബൻഡ് വൈഫ് അവിടെ ആ റിലേഷൻഷിപ്പ് എന്നാണ് പിന്നെ ഫാമിലിയിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഈ പല എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ 18 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിന് ബേസ് ചെയ്ത് പറയുമ്പോൾ പലപ്പോഴും ഒരു സ്റ്റുഡൻസിന്റെ എംപവർമെന്റ് എന്നുള്ള രീതിയിൽ നോക്കുക പല ഇഷ്യൂസും ഡീൽ ചെയ്യുമ്പോൾ അവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുള്ളത് 90% ഫാമിലിയിലുള്ള ചില പ്രശ്നങ്ങളിൽ നിന്നാണ് അവർക്ക് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അതായത് ഫാമിലിയിൽ നിന്ന് പറയുമ്പോൾ അവിടേക്ക് പാരൻസിന്റെ ആ ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ടിന്റെ കുറവ്. അപ്പൊ ആ സപ്പോർട്ടിന്റെ കുറവ് എന്താണെന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ അവിടെ പാരൻസ് തമ്മിലുള്ള ചിലപ്പോഴുള്ള നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ബോണ്ട് അല്ലെ ആ സ്ട്രോങ് എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് അല്ലെ ആ ബോണ്ട് നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന അല്ലെ അവിടെയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ചില ഇഷ്യൂസ് അത് ചിലപ്പോൾ അവരുടെ പഠനത്തിൽ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളിലും പല രീതിയിൽ അതിനെ ബാധിക്കാറുണ്ട്. അവരുടെ ഹെൽത്ത് ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ എന്താണ് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും സോഷ്യൽ ഹെൽത്തും മൂന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വെൽബീയിങ്ങിന്. അതിനൊക്കെ നമ്മൾ കണക്ട് ഈ തരത്തിലുള്ള ഇവരുടെ എന്താണ് പാരൻസിന്റെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളെ അവരുടെ ബോണ്ട് കുറയുമ്പോൾ കുട്ടികളിലേക്ക് അതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ എഫക്റ്റുകൾ മോശം രീതിയിൽ വരാറുണ്ട്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അവിടെ നമ്മൾ ഏറ്റവും നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്നത് തന്നെയാണ്, ആദ്യം നമ്മൾ എവിടെയാണ് നന്നാക്കേണ്ടത്, എവിടെയാണ് നമ്മൾ കുടുംബം. ഏറ്റവും ബെസ്റ്റ് ആവേണ്ടത്? യെസ്, കുടുംബം അല്ലെ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. യെസ്, അവിടെ നമ്മൾ ഇപ്പോഴ് ഏറ്റവും എന്നിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് അല്ലെ പുറത്തേക്ക് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ നാട് നന്നാക്കാൻ ഓടുമ്പോൾ പലപ്പോഴും അവിടെ കുടുംബത്തെ വിഷയം ഉണ്ടാകുമ്പോൾ ആളുകൾ ലാസ്റ്റ് പറയുന്നത് കേൾക്കാം, അവൻ നാട് നന്നാക്കാൻ പോയി പക്ഷെ എന്താണ് കുടുംബത്തിൽ പല ഇഷ്യൂസുകളാണ്, അവനോട് വീട് മറന്നുപോയി എന്നുള്ള പല പഴികളും ചില ആളുകൾ കേൾക്കാറുണ്ട്. പക്ഷെ അവിടെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും നമ്മൾ കുടുംബത്തെ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ അവിടെ ആരുടെ റിലേഷൻഷിപ്പാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ആദ്യം നിലനിർത്തേണ്ടത്? അവിടെ ഹസ്ബൻഡ് വൈഫിന്റെ റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഗോട്ട്മാൻസിന്റെ തിയറിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗോട്ട്മാൻസിന്റെ പല തിയറികൾ പല തിയറികൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഗോട്ട്മാൻസ് അപ്രോച്ച് ഗോട്ട്മാൻസിന്റെ തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഗോട്ട്മാൻസ് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും കൂടെ ഒരുപാട് 40-ലേറെ വർഷം നീണ്ടു നിന്ന റിസർച്ചിൽ നിന്നാണ് അവര് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. ദ സൗണ്ട് റിലേഷൻഷിപ്പ് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് ഹൗസ് മോഡലിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്തതാണ്. നമ്മളിപ്പോഴ് ഏറ്റവും വീട് പണിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? വീട് പണി നടക്കുമ്പോഴേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്? ഏറ്റവും ബേസിക് ആയിട്ട് നല്ല സ്ഥലമായിരിക്കണം, നല്ല സ്ഥലമായിരിക്കണം. അതേപോലെ തന്നെ ഒരു വീട് നിൽക്കുന്ന ഫൗണ്ടേഷൻ ഏറ്റവും സ്ട്രോങ് ആവേണ്ടത് എവിടെയാണ്? ഫൗണ്ടേഷൻ അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുമ്പോഴാണ് അവിടെ ആ വീടിൽ എന്തുണ്ടാവുന്നത്? സ്ട്രോങ് ആയിട്ടല്ല ഒരു ബലം വെക്കുന്നത്. അതുപോലെ ആയിരിക്കണം ഓരോ ഫാമിലിയിലും ആദ്യം തന്നെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവണം. അത് സ്ട്രോങ് ആവാനുള്ള ചെറിയ ചില ടെക്നിക്സുകളാണ് നമുക്ക് ഗോട്ട്മാന്റെ തിയറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തിയറി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇവിടെ എല്ലാവരും മാരീഡ് ആണോ? വന്ന ആളുകള് ലോയിസ് മാം വെയിറ്റിംഗ് ആണ്. ഇനി അതുപോലെ എല്ലാവരും ഏകദേശം അല്ലേ? അപ്പോഴും നമുക്ക് നോക്കാം. നമ്മുടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. നമുക്ക് സ്ലൈഡിലൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക് എന്തൊക്കെയാണ് ഗോട്ട്മാന്റെ തിയറിയിൽ പറയുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റവ് സർ ഷെയർ ചെയ്യുന്നുണ്ട് സ്ക്രീന്. ഒരു മിനിറ്റ്.
മാം റാണി മാം ആണ് പോസ്റ്റ്. ആ റാണി മാം ആണോ ഹോസ്റ്റ്? സീന മാം കോ ഹോസ്റ്റ് ആണല്ലോ, മാമിന് അറിയാം. ആണല്ലേ? ഓക്കെ, വന്നിട്ടില്ലല്ലോ. ഇല്ല, വന്നിട്ടില്ല. ഒരു മിനിറ്റ്. യെസ്. ഓക്കെ, ആദ്യം നമ്മള് ചെറിയൊരു മിനിറ്റ് ജസ്റ്റ് ഒരു വീഡിയോയിലേക്ക് പോവാം. നമുക്ക് നോക്കട്ടെ, കാണുന്നുണ്ടോ? ജസ്റ്റ് കാണാം. ഇപ്പം പോയോ? ഒരു മിനിറ്റ്. ഇന്നലെ ഇപ്പൊ കുഞ്ഞിപ്പാത്തണ്ടിന്ന് കാണാനൊക്കെ പോയത് ആണെങ്കിൽ ആര്യാന്റെ വീഡിയോ പ്ലേ ചെയ്യുന്നേ, കാണാൻ പറ്റുന്നില്ല. അതെ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. മക്കളെ കാര്യത്തില് ഒരു പല ഇതുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ആരോ ഒന്ന് മ്യൂട്ട് ചെയ്യേണ്ടി വരും. ആരോ സംസാരിക്കുന്നുണ്ട് അല്ലേ? റാണി മാം ഒന്ന് മ്യൂട്ട് ആക്കാവോ? റാണി മാമിന്റെ അല്ല, ഷവോമി എന്ന് പറയുന്ന. ഓക്കെ, കണ്ടു പുള്ളിയുടെ ലിങ്ക്. ഓക്കെ മ്യൂട്ട് ആയിട്ടുണ്ടല്ലോ അല്ലേ അത്? എന്തൊരു കുഴപ്പമായോ? സെയിം സീന മാം, അത് തന്നെ ഷോട്ട് എടുത്തു. കാണുന്നത്? അയ്യോ, ഇല്ല, തിരിച്ച് ബാക്ക് അടിക്കട്ടെ. ഞാനും റഫ്സാർ ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളായിരുന്നു. ഒരു മിനിറ്റ്. ആ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. അതെ. ഓ, അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷെ അതാ യൂട്യൂബില് മേളിൽ എൻ്റർ അടിച്ചാൽ മതി മാം, മേളിൽ ജസ്റ്റ് എൻ്റർ ബാക്ക്. അടിച്ചാൽ മതി. ആ അല്ല, അവിടെ പോണ്ട. ആ മേളില് ആ ലിങ്ക് നേരത്തെ എടുത്ത ലിങ്ക് മേളിൽ പേസ്റ്റ് ചെയ്യുക, ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. പക്ഷെ അത് കാണുന്നില്ലല്ലോ. ആ PPT ഒന്നുകൂടെ ഓപ്പൺ ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി PPT-യിൽ. ഇത് കാണുന്നുണ്ടോ സ്ക്രീന്? കാണാം. ഇനി ആ ലിങ്ക് പേസ്റ്റ് കോപ്പി ചെയ്തിട്ട് ബ്രൗസറിൽ പോയി പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതെ, അങ്ങനെ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ജസ്റ്റ് എൻ്റർ കീബോർഡിൽ എൻ്റർ. യെസ്. ഫ്ലവർ വേഴ്സിലെ വാടിയ പൂ മാറ്റിയിട്ട് ഒരു പഴയ ഫിലിമാണ്. തലേന്നത്തെ പത്രം മാറ്റിയിട്ടില്ല. അന്നന്നത്തെ പത്രവും മാഗസിനും മാത്രമേ ടീ പോയി കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ഇത്രയും കാലം ചേട്ടനല്ലേ ചെയ്തോണ്ടിരുന്നേ? ഇനി അങ്ങനെ തന്നെ തുടർന്നാ പോരെ? അത് പറ്റില്ല. വീട്ടിലെ പെണ്ണുങ്ങൾ അതൊക്കെ ചെയ്യേണ്ടത്. ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മുറ്റവും സ്വീകരണ മുറിയും കണ്ടാലറിയാം ആ വീട്ടിലെ സ്ത്രീയുടെ സ്വഭാവം. ഓരോ സാധനങ്ങൾ ഇരിക്കേണ്ടടുത്ത് ഇരിക്കാവൂ. അതും ദിവസവും പൊടി തട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണം. ഒന്നും അങ്ങോട്ട് പറയിപ്പിക്കാതെ അറിഞ്ഞ് ചെയ്തൂടെ? ചെയ്യാന്നേ. ചേട്ടൻ പോയി കുളിക്കാൻ നോക്ക്. പത്രവായന കഴിഞ്ഞിട്ടുള്ളൂ കുളി. ഞെടുക്ക്. ആഹാ, അത് കൊള്ളാം. ഞാൻ വായിക്കല്ലേ? ഓട്ടം കഴിഞ്ഞ് വന്നാൽ ഉടനെ പത്രവായന. ആ നേരത്തിനുള്ളിൽ വിയർപ്പാറും. അത് കഴിഞ്ഞ കുളി. അതാണ് എന്റെ രീതി. എണീറ്റാൻ ഉടനെ ബെഡ് കോഫി കിട്ടിയില്ലെങ്കിലും എനിക്ക് പത്രം കിട്ടണം. കൂടുതൽ നീ ഇങ്ങനെ തുടങ്ങിയാലെങ്ങനെ? എനിക്ക് ഓഫീസിൽ പോണ്ടേ? നീ ഇവിടെ തന്നെ ഇരിക്കല്ലേ? സൗകര്യം പോലെ ഇരുന്ന് വായിക്കാലോ. വാർത്ത ചൂടോടെ വായിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? ആറിയ കഞ്ഞി പഴങ്കഞ്ഞിന്നല്ലേ? ഇതാർക്ക് വേണം? കാർഷിക വാർത്തയും പരസ്യമല്ലാതെ ഇതിനകത്ത് വേറെ എന്താ ഉള്ളത്? ഇന്ന് വായിക്കി. ഫ്ലവർ വേഴ്സിലെ വാടിയ പൂ മാറ്റിയിട്ട് പുതിയത് വെച്ചില്ല. തലേന്നത്തെ പത്രം മാറ്റിയിട്ടില്ല. അന്നന്നത്തെ പത്രവും മാഗസിനും മാത്രമേ ടീ പോയി കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ?
ഇതൊക്കെ സ്റ്റോപ്പ് ഇത്രയും ആയില്ല കാലം ചേട്ടനല്ലേ പിന്നെ ചെയ്തോണ്ടിരുന്നേ? ഇനി അങ്ങനെ തന്നെ തുടർന്നാ പോരെ? അത് പറ്റില്ല. വീട്ടിലെ പെണ്ണുങ്ങൾ അതൊക്കെ ചെയ്യേണ്ടത്. ഓരോ വീട്ടിൽ കയറി ഓക്കെ, എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ ഒരു കേൾക്കുന്നുണ്ടോ അന്ന? ഉണ്ട് പറഞ്ഞോളൂ. Yes. എന്തൊക്കെയാണ് ഇവിടുത്തെ ഇഷ്യൂ? ഇവിടെ ഒരു ഫാമിലിയാണ് അല്ലെ, തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം. അവിടെ എന്താണ് ആ ലൈഫ് മുന്നോട്ട് ഉഷാറായിട്ട് പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? അവിടെ എന്താണ് തുടക്കത്തിലെ കുറെ ഇഷ്യൂസ് വരികയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നുള്ള ഇഷ്യൂസ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പലതരം കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് നമുക്ക് ഈ ഗോട്ട്മാന്റെ തിയറി എത്രത്തോളം എഫക്റ്റീവ് ആവുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഗോട്ട്മാന്റെയും കാണുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീന്? ഇല്ല, ഇപ്പൊ ഇല്ല, ഷെയറിംഗ് ഇല്ല. ഇല്ല, ഓക്കെ, ഒരു മിനിറ്റ്, ഷെയറിംഗ് ഒന്ന് കൊടുത്താട്ടെ. വന്നോ? ഷെയർ ചെയ്യുന്നെന്ന് കാണിക്കുന്നുണ്ട്, സ്ക്രീൻ വന്നില്ല. ആ മറ്റേ അയ്യാ ഇപ്പൊ വന്നു, PPT വന്നു. വന്നില്ല മാം? ഓക്കെ, യെസ്, PPT വന്നു. PPT വന്നല്ലോ. യെസ്, ആ വീഡിയോയുടെ പേജിൽ വന്നു നിൽപ്പുണ്ട്. യെസ്, കണ്ടോ? ഇതാണ് നമ്മൾ പരിചയപ്പെടുന്ന ഗോട്ട്മാനും അദ്ദേഹത്തിന്റെ വൈഫുമാണ്. ഇവരുടെ 40 വർഷത്തെ ദീർഘകാലത്തെ റിസർച്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ഈ തിയറി ഡെവലപ്പ് ചെയ്തത്. ഈ തിയറിയിൽ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത്, ഈ തിയറിനെ സൗണ്ട് റിലേഷൻഷിപ്പ് ഹൗസ് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ഈ തിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത്, നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? റിലേഷൻഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ റിലേഷൻഷിപ്പിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സ്ട്രോങ് ആക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. ഈ തിയറിയിൽ 7 ഫ്ലോറുകളായിട്ട് അയാൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ തിയറിയിലെ 7 ഫ്ലോറുകൾ ഉണ്ട്. ആ 7 ഫ്ലോറുകൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് പറയാണ്. ഈ 7 ഫ്ലോറുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 7 ഫ്ലോറിന് ഈ ഒരു മോഡലാണ് ഗോട്ട്മാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ബിൽഡ് ലവ് മാപ്സ് ആണ്. എങ്ങനെയാണ്? ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കപ്പിൾസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അവിടെ ബിൽഡ് ചെയ്യേണ്ടത് ആദ്യം തന്നെ എന്താണ്? ലവ് മാപ്സ് ആണ്. എങ്ങനെയാണ് ലവ് മാപ്സ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ. റാണി മാമിന്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? വൈറ്റ്. വൈറ്റ്. ഓക്കെ. അതുപോലെ തന്നെ റവ് സാറിന്റെ വൈഫിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ചെമ്മീൻ ബിരിയാണി. യെസ്. അപ്പൊ ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചതാണ്. ഇതേപോലെ നമ്മുടെ പാർട്ട്ണർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു ഇഷ്ടങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്സ് അല്ലെ, അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു പാർട്ട്ണർക്ക് കഴിയണം. അവിടെയാണ് നമ്മൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു ലവ് മാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ആദ്യം തന്നെ ഗോട്ട്മാൻ നമ്മളോട് പറയുന്നത്. ഏതൊരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവണമെങ്കിലും ആദ്യം തന്നെ തൻ്റെ പാർട്ട്ണറുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇഷ്ടക്കേടുകൾ എന്തൊക്കെ, അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്, അത് ഏതൊക്കെ രീതിയിലുള്ള അങ്ങനെയുള്ള ആ ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ പലപ്പോഴും ബന്ധങ്ങളിൽ ഇപ്പൊ തുടക്കത്തിലൊക്കെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട. ഒരു ഫാമിലി ആവുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഇതൊക്കെ അറിയാൻ ഒരു താല്പര്യം ഉണ്ടാകും. കാരണം അവരുടെ ഇഷ്ടങ്ങൾ എന്താ, അതിനനുസരിച്ച് ചെയ്യാനും അതിനൊക്കെ ഒരു വല്ലാത്തൊരു താല്പര്യം കാണിക്കും. പക്ഷെ പിന്നീട് പലപ്പോഴും ഇതൊക്കെ മറന്നു പോവാറുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇവര് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്താണ്, അവിടെ പോവാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി മറന്നു പോവാറുണ്ട്.
അതുകൊണ്ട് ഈ ഗോഡ്മാൻ പറയുന്നത് നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ അത് ഇപ്പൊ ഒരു 40 വർഷമാണെങ്കിലും 20 വർഷമാണെങ്കിലും 30 വർഷമാണെങ്കിലും നമ്മുടെ ലവ് മാപ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താക്കണം, ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ചെക്ക് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം അവിടെ വിടവ് വരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കത് ഫില്ല് ചെയ്യാൻ വിട്ടു പോകുന്നുണ്ടോ, നമ്മുടെ ലവ് മാപ്പിന് എന്ത് വരുന്നുണ്ടോ, കുറവ് വരുന്നുണ്ടോ, അല്ലെ അവർക്ക് പുതിയ പുതിയ ഇഷ്ടങ്ങളുണ്ടാവും. ആളുകൾ വർഷങ്ങൾ കൂടുന്തോറും അവർക്ക് എന്തുണ്ടാവാം, വർഷങ്ങൾ കഴിയും തോറും അവർക്ക് പുതിയ ഇഷ്ടങ്ങൾ വരാം, പുതിയ കാര്യങ്ങൾ വരാം, അതൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യകത കൂടി ഇവിടെ ഗോഡ്മാൻ നമ്മളോട് പറയാണ്. ഗോഡ്മാന് ശരിക്കും പറയുന്ന ഗോഡ്മാനും അദ്ദേഹത്തിന്റെ വൈഫും പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാരേജ് കഴിഞ്ഞാൽ അവരെ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവരുടെ റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആണോ എന്ന്. അതുപോലെ തന്നെ അവർക്ക് അത് ഡിവോഴ്സിലേക്കുള്ള സാധ്യതയാണോ, അല്ലെ ഡിവോഴ്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഗോഡ്മാനും അദ്ദേഹത്തിന്റെ വൈഫും അവരുടെ എക്സ്പെരിമെന്റ്സിലൂടെ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കൂടെ പറയുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ ബിൽഡ് ലവ് മാപ്സ്. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലവ് മാപ്സിന് എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തതിൽ നമ്മൾക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ഒന്നുകൂടെ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ കേസ് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ പലപ്പോഴും എല്ലാവരും പറയും അല്ലെ, എനിക്കിഷ്ടമാണ്, അല്ലെ ഞാൻ സ്നേഹിക്കുന്നെന്ന്. പക്ഷെ ഈ റീസെന്റ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ഈ ഒരു വാചകം നിങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. തീർച്ചയായിട്ടും ഇല്ല അല്ലെ. അപ്പോൾ ചില ആളുകൾ പറയാതിരിക്കാം അല്ലെ. റാണി മാം എപ്പോഴും ലവ് മാപ്പ് എപ്പോഴും എന്താക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. വെൽ ഡൺ, താങ്ക് യു റാണി മാം. സൂസൻ മാം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മൾ തിരക്ക് ബിസി ലൈഫിലൊക്കെ നമ്മൾ അത് വിട്ടുപോവാം. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ജസ്റ്റ് നിങ്ങളിപ്പോ എന്തായാലും മൊബൈലല്ലേ ഉള്ളത്, ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. നമ്മളെ സെഷൻ തീരുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഐ ലവ് യു മെസ്സേജ് ഒന്ന് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ അയക്കൂ. എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് നമുക്ക് സെഷൻ കഴിയുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തരാം. നമുക്ക് നോക്കാം എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ചെയ്താൽ മതി. ഇനി അതാണ് ലവ് മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ എപ്പോഴും നമ്മൾ അപ്ഡേഷൻ നടത്തുക എന്നുള്ളതാണ്. സെക്കൻഡ് നമ്മൾ ലവ് ചെയ്യേണ്ടത്, ഇതിന് ഏതൊക്കെയാണ് ലവ് മാപ്സ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഷെയർ ഫോൺനെസ് ആൻഡ് അഡ്മിറേഷൻ ആണ്. രണ്ടാമത്തത് ഇവർ പറയുന്ന ഏറ്റവും തിയറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോർ ആയിട്ട് പറയുന്നത് കപ്പിൾസ് ലേൺസ് ടു, കപ്പിൾ എന്ത് മനസ്സിലാക്കണോ, ഓരോരുത്തരുടെ ഫോൺനെസ് ആൻഡ് അഡ്മിറേഷൻ, ഇഷ്ടങ്ങൾ എന്തൊക്കെ, അതുപോലെ തന്നെ നമ്മൾ അപ്രീസിയേഷൻ വെരി മസ്റ്റ്. അതായത് നമ്മൾ ഒരാൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ എന്താക്കണം, പ്രശംസിക്കാൻ ഒരിക്കലും മടിക്കരുത് അല്ലെ. അത് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അവരെ അപ്രീസിയേഷൻ കൊടുക്കുകയോ അതുപോലെ തന്നെ അവരെ റെസ്പെക്ട് ചെയ്യാനുള്ള ആ ഒരു മനസ്സും ഈ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവണം. അത് അവരുടെ ബോണ്ട് റിലേഷൻഷിപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് ടേൺ ടുവേർഡ്സ് നോട്ട് എവേ എന്നാണ്. തേർഡ് പോയിന്റിൽ തേർഡ് ഫ്ലോറിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്, ലേണിംഗ് ടു നോട്ടീസ് അല്ലെ, പാർട്ട്നേഴ്സ് ഈസ് സീക്കിംഗ് അറ്റൻഷൻ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ റാണി മാം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സൂസൻ മാം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹസ്ബൻഡ് വിളിക്കുന്നു, എന്താണ് ഒന്ന് ഇങ്ങോട്ട് വരൂ എന്ന് പറയാ, അല്ലെങ്കിൽ ഒന്ന് വേഗം വാന്ന്. ചിലപ്പോൾ എന്തോ ഒരു ക്യൂരിയോസിറ്റി, എന്തോ ഒരു കാഴ്ച കാണാൻ വേണ്ടി വിളിക്കായിരിക്കും. പക്ഷെ നമ്മൾ അതൊരു മൈൻഡ് ചെയ്യാതെ നമ്മൾ എന്താക്കാണ്, പേപ്പറിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒഴിവാക്കണം എന്നാണ് പ്രത്യേകം പറയുന്നത്. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഹസ്ബൻഡ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് അവിടെ പോയി നോക്കുക. അവര് ചിലപ്പോൾ നല്ലൊരു ചിലപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പറമ്പിൽ ഒരു മയില് വന്നിട്ടായിരിക്കാം വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താക്കുക, അവർ ആ സന്തോഷം പങ്കിടാൻ നമ്മളോട് പറയാണ് അല്ലെ, നമ്മൾ ക്ഷണിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പോവുക, അത് കാണുക. അപ്പൊ നമുക്കും എന്തായി, ഹാപ്പിയായി.
അപ്പൊ അവിടെ ഒരു നല്ലൊരു അറ്റാച്ച്മെന്റ്, ഒരു ബോണ്ടാണ് അവിടെ ഉണ്ടാവുന്നത്. അതേസമയം നമ്മളത് തീരെ ശ്രദ്ധിക്കാതെ അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പാർട്ട്നേഴ്സ് ചില സമയത്ത്, ഇത് കൂടാതെ തന്നെ ചില സിറ്റുവേഷനിൽ അവർക്ക് വയ്യാതെ ആകുമ്പോൾ അവർ പറയാണ് വന്നിട്ട്, ഞാൻ ഇന്ന് വളരെ ടയേർഡാണ്. ഇപ്പൊ ജോലി കഴിഞ്ഞ് ഹസ്ബൻഡ് വരുമ്പോൾ എന്നോട് പറയാണ്, ഞാൻ ഇന്ന് വളരെ ടയേർഡാണെന്ന് പറയുമ്പോൾ ഞാനത് മൈൻഡ് ചെയ്യാതെ, എനിക്ക് ക്ലാസ് ഉണ്ട്, അല്ലെ എനിക്ക് വേറെ ഉണ്ട്, അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് അവർക്ക് ഫീൽ ചെയ്യും. അവർക്ക് അതാകെ എന്താണ്, അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ആ ടയേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്നേഹത്തോടുള്ള നോട്ടം, അല്ലെ, നമ്മുടെ ഒരു പുഞ്ചിരി, നമ്മുടെ ഒരു എന്താണ് ഒരു പരിഗണന, അല്ലെ, നമ്മൾ അവരെ കെയർ ചെയ്യുക, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ പാർട്ട്നേഴ്സ് പരസ്പരം അങ്ങനെ ആയിരിക്കണം. അതായത് ഇതിൽ മനസ്സിലാക്കേണ്ടത് പാർട്ട്നേഴ്സ് എപ്പോഴൊക്കെയാണ് അറ്റൻഷൻ, അഫെക്ഷൻ, കംഫേർട്ട് ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ എല്ലായ്പ്പോഴും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. നാലാമത്തത് പോസിറ്റീവ് പെർസ്പെക്റ്റീവ് ആണ്. ഇതും ഏറ്റവും പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പാർട്ട്ണറുടെ എന്താണ് കാണുക, നെഗറ്റീവ് ആസ്പെക്ട്, അല്ലെ. അയലത്തെ അദ്ദേഹം ഫിലിം കണ്ടിട്ടുണ്ടോ? പഴയൊരു മലയാളം മൂവിയാണ്. അതില് എന്താണ്, അടുത്ത വീട്ടിലുള്ള ഒരാളെ എപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു വൈഫാണ്. അയാൾ അങ്ങനെയാണ്, അയാൾ വൈഫിനെ അങ്ങനെ കൊണ്ടുനടക്കുന്നു, അങ്ങനെ എന്താണ്. എന്നിട്ട് ഇവിടെ എന്താണ്, ഫുൾ നെഗറ്റീവാ പറയണത്. അതായത് നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ എന്നെ പുറത്ത് കൊണ്ടുപോകുന്നില്ല, അങ്ങനെ ഫുൾ. അതിനേക്കാൾ ഏറെ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, പോസിറ്റീവ് കാണാൻ കഴിയാതെ ഫുള്ള് നെഗറ്റീവാണ് ആ ഫിലിമിൽ കാണുന്നത്. അവസാനം അവിടെ എന്താണ്, റിയാലിറ്റി മനസ്സിലാവുന്നുണ്ട്. മറ്റേ ആള് വെറും എന്താണ് ആ ഒരു ആക്ഷനുകളാണെന്ന് മനസ്സിലാകുകയാണ് ഇവിടെ വൈഫിന്. പക്ഷെ ഇതേപോലെ പലപ്പോഴും നമ്മൾ എന്തുണ്ടാവാറുണ്ട്, പാർട്ട്നേഴ്സിനെ നമ്മള് പോസിറ്റീവ്ലി നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയണം. ചില നെഗറ്റീവ്സ്, മനുഷ്യരാകുമ്പോൾ ചില തരത്തിലുള്ള ചില നെഗറ്റീവ്സ് ഉണ്ടാകും. ആ നെഗറ്റീവുകളെ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കണം, പോസിറ്റീവ് പെർസ്പെക്റ്റീവിൽ എല്ലാം കാണാൻ സാധിക്കുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാലാമത്തെ ഫ്ലോറിൽ അതാണ് ഗോട്ട്മാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് ബോണ്ടായിട്ട് കൊണ്ടുപോവാൻ സാധിക്കും. ഇനി അടുത്തത് പറയുന്നത്, നെക്സ്റ്റ് 5ാമത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ, ഒരു മിനിറ്റ്, യെസ്, അഞ്ചാമത്തത് മാനേജ് കോൺഫ്ലിക്റ്റ് ആണ്. ഈ ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുമോ, അല്ലെങ്കിൽ തീരെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമോ, അല്ലേ? തമ്മിൽ എന്താണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ റസാഖ് സാറേ? ഉണ്ട്. ഒന്ന് പിണക്കം, അല്ലെ, അല്ലെങ്കിൽ ഒന്ന് വഴക്കിടല്, ഇതൊക്കെ ഉണ്ടാവാറില്ലേ? ഫൈറ്റ് ചെയ്യണം. നല്ല കപ്പിൾസ് എപ്പോഴും ഫൈറ്റ് ചെയ്യും. പക്ഷെ ആ ഫൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ കഴിയണം, അതിനെ മാനേജ് ചെയ്യാനും കൂടെ സാധിക്കണം. ചില സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെയധികം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഫൈനലി വെൻ എ പാർട്ട്ണർ സ്റ്റാർട്ട്സ് ടു ഫീൽ ഓവർവെൽംഡ് കോൺഫ്ലിക്റ്റ്, ദേ ലേൺ ടെക്നിക്സ് ടു സെൽഫ് സൂത്ത് ടു കീപ് ദർ റിലേഷൻഷിപ്പ്. അതായത് അവിടെ എല്ലായ്പ്പോഴും അങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അവിടെ ഇമോഷണലി അവര് കോൺഫ്ലിക്റ്റുകൾ ഹൈ ലെവലിൽ, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി ആയിട്ട് പരസ്പരം എന്താണ് ചീത്ത വിളിക്കും, അങ്ങനെയൊക്കെ വരാം. പക്ഷെ ആ ഒരു കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യണം നല്ല രീതിയിൽ. ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ എന്താക്കാൻ കഴിയണോ, അതിന് വേണ്ട ടെക്നിക്സ് നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഗോട്ട്മാൻ തിയറിയിൽ പറയുന്നുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. ആ കോൺഫ്ലിക്റ്റുകളെ നല്ല രീതിയിൽ ഡീല് ചെയ്യാനും ഓരോ പാർട്ട്നേഴ്സിനും സാധിക്കണം. ദെൻ നെക്സ്റ്റ്, ലൈഫ് ഡ്രീംസ് കം ട്രൂ എന്നാണ്. അതായത് 6th ഫ്ലോറിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ പാർട്ട്ണർക്കും അവരുടെ പാർട്ട്ണറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രീം എന്താണെന്ന് അറിയാൻ സാധിക്കണം, അല്ലെ? ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടാവില്ലേ? ആ ഡ്രീമിനെ അച്ചീവ് ചെയ്യാനുള്ള സപ്പോർട്ട് ആര് കൊടുക്കണം? ഓരോ പാർട്ട്നേഴ്സ് കൊടുക്കണം. എൻ്റെ ലൈഫിൽ എൻ്റെ മാരേജിന് മുമ്പ് എനിക്ക് ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു BEd ചെയ്യാന്നുള്ളത്. അങ്ങനെ ആ BEd ചെയ്യാൻ PG കഴിഞ്ഞ പാട് വന്നതാണ്. അങ്ങനെ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ആ ഡ്രീം മനസ്സിലാക്കി എനിക്കത് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സിറ്റുവേഷനും അറേഞ്ച് ചെയ്ത ഹസ്ബൻഡ്. ഇതേപോലെ നിങ്ങളുടെ ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം.
എന്താണ് നമ്മുടെ ഡ്രീം, ആ ഡ്രീം എന്താണ് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടാണ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ചില പാർട്ട്നേഴ്സ്, ചിലപ്പോൾ ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചാണ് ചില പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അവർക്കൊരു ഓൺട്രപ്രണർ ആവാനായിരിക്കും ആഗ്രഹം. ചിലപ്പോൾ ആ ഒരു സമയത്ത് അയാൾക്ക് കുറെ ഫിനാൻഷ്യലി സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അതിന് സപ്പോർട്ടായിട്ട് ആര് നിലനിൽക്കണോ? വൈഫ് നിലനിൽക്കണം. അയാളുടെ ആ ഒരു എന്താണ് ഡ്രീമിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് അവിടെ വൈഫ് നൽകേണ്ടതാണ്. ഇതേപോലെ നമ്മുടെ ഫാമിലി ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ഡ്രീം എന്താണോ അതിനു വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സക്സസിലേക്ക് എത്തിച്ചത്. അത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഫ്ലോർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ലാസ്റ്റ് വൺ എന്താണെന്ന് പറയുന്നത്, നമ്മൾ എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ള ലാസ്റ്റ് പോയിന്റില്, അതായത് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് സൗണ്ട് എന്താണ് ഷെയർഡ് മീനിങ് എന്നാണ്. ഷെയർഡ് മീനിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ഫ്ലോർ അതാണ്. നമ്മൾ പരസ്പരം ഇന്നർ വേൾഡ് നമ്മൾ എന്താണ് നമ്മൾ ഷെയറിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തൊക്കെയാണോ നമ്മൾ പരസ്പരം കാര്യങ്ങൾ എന്താണ് ഇന്നർ വേൾഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക. നമ്മുടെ നടക്കാതെ പോയ സ്വപ്നങ്ങളായിക്കോട്ടെ അല്ലെ പരസ്പരം അതൊക്കെ മീനിങ് ഫുള്ളിലേക്ക് ആക്കി മാറ്റാൻ ഓരോ പാർട്ട്നേഴ്സിനും കഴിയണം. അപ്പൊ ഈ 7 തിയറികൾ അല്ലെ 7 ഫ്ലോറുകളായിട്ടാണ് ഈ ഗോട്ട്മാൻ ഈ ഒരു തിയറിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ 7 എലമെന്റ്സും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ ബോണ്ടായിട്ട് നിലനിർത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ 2 എന്താണ് വാൾസ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വാൾസ് കൂടെ ഇവിടെ വേണമെന്ന്, 2 ഭിത്തികൾ കൂടി വേണമെന്ന് ആര് പറയുന്നുണ്ട്? ഗോട്ട്മാൻ പറയുന്നുണ്ട്. അതെന്തൊക്കെയായിരിക്കാം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒരു ലൈഫില് ഒരു കപ്പിൾസിന്റെ കേസിൽ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 എലമെന്റ്സ് ഉണ്ട്. ആ 2 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളൊക്കെ ഹസ്ബൻഡും വൈഫും ആയിട്ട് അല്ലെ പാർട്ട്നേഴ്സ് ഉള്ള ആളുകളാണ്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറഞ്ഞ ആ 2 കാര്യങ്ങൾ എന്തായിരിക്കും? ട്രസ്റ്റും കമ്മിറ്റ്മെന്റും. യെസ്, താങ്ക് യു സൂസൻ മാം, വെരി ഗുഡ്. യെസ്, ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 വാൾസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ 2 ഇമ്പോർട്ടൻ്റ് എലമെന്റ്സ് ഇല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പും പലപ്പോഴും എന്താണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രസ്റ്റ്, വിശ്വാസം, പരസ്പരമുള്ള വിശ്വാസം. രണ്ടാമത്തത് അതുപോലെ തന്നെ എന്താണ്? കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ മുന്നോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മളിൽ നിന്നുണ്ടാവുന്ന അല്ലെ മക്കള് അവരുടെ ഫ്യൂച്ചറിനും അതുപോലെ തന്നെ ഈ ഒരു ബന്ധം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോവേണ്ട ആ ഒരു പ്രാധാന്യത്തെ 2 പേരും മനസ്സിലാക്കുകയും ആ കമ്മിറ്റ്മെന്റ് അവരുടെ ലൈഫിൽ ഉടനീളം അവർ കൊണ്ടുപോയാലേ നമുക്ക് ലൈഫ് എന്താവുള്ളൂ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ അല്ലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫാമിലി ആയിട്ട് മാറ്റാൻ സാധിക്കുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഗോട്ട്മാൻ മറ്റൊരു കാര്യങ്ങളൂടെ ഗോട്ട്മാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ തിയറികൾ ഈ നല്ല എന്താണ് ട്രസ്റ്റും കമ്മിറ്റ്മെന്റും അതേപോലെ തന്നെ 7 നമ്മളെ ഫ്ലോർസ് അതിലെ 7 തിയറീസും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റുള്ള ഏതൊരു റിലേഷൻഷിപ്പ് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അദ്ദേഹം 4 എന്താണ് ഹോഴ്സുകളായിട്ട് കുതിരകളോടൊക്കെ ഉപമിച്ചിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പരസ്പരം അതായത് ക്രിറ്റിസിസം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്താണ്? പരസ്പരമുള്ള ക്രിറ്റിസിസം ആണ്. ഏതൊരു ബന്ധത്തിലും നമ്മൾ ക്രിറ്റിസിസം നമ്മൾ കുറയ്ക്കണം. അതായത് നമുക്ക് അറിയാം നമ്മളിപ്പോ ഒരു ട്രെയിനറാണ്, നല്ല രീതിയിൽ നമുക്ക് ഒരാളെ എന്താണ് ഇവാലുവേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ അതുപോലെ തന്നെ നമ്മളെ ഫാമിലി ലൈഫിലും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇഷ്ടക്കേടുകളോ അല്ലെ കാര്യങ്ങളോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ ആ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ നമുക്കത് എന്താണ് റിലേഷൻഷിപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ സാധിക്കണം. ആ ക്രിട്ടിസിസം അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക
മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ എലമെന്റ് പറയുന്നത് ഡിഫെൻസീവ്നെസ് ആണ്. ഡിഫെൻസീവ്നെസ് എന്ന് പറയുമ്പോഴേ പ്രതിരോധമാണ്. അതായത് പലപ്പോഴും ഒരാളിപ്പോ മിസ്റ്റേക്ക് ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ തെറ്റ് ചെയ്താൽ എനിക്ക് തെറ്റ് പറ്റി എന്നുള്ളത് നമ്മൾ പറയാൻ സാധിക്കണം. നമ്മൾ പറയാറുണ്ട് അല്ലെ, സോറി എന്നത് എന്താണ്, ഒരു മാജിക്കൽ വേർഡ്സ് ആണ്. ആ ഒരു മാജിക്കൽ വേർഡ്സിന് ഒരുപാട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു വേർഡാണ് സോറി. അപ്പൊ അതുപോലെ നമുക്ക് പലപ്പോഴും പലരോടും എന്താണ്, എന്തെങ്കിലും ഒരാൾക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് ക്ഷമിക്കാനും അത് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാന കാര്യം പറയുന്നത് കണ്ടംപ്റ്റ് ആണ്. കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ എന്താണ് പരിഹസിക്കുക. ആളുകളെ ഇടയിൽ പലപ്പോഴും നമ്മൾ അത് കാണാറുണ്ട്. ചില ഫാമിലിയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണാറുള്ളതാണ് മക്കളെ കുറിച്ചാണെങ്കിലും ഹസ്ബൻഡിനെ കുറിച്ചാണെങ്കിലും അല്ലെ വൈഫിനെ കുറിച്ചാണെങ്കിലും ആളുകളെ മുന്നിൽ നമ്മൾ എന്താക്കുക, അവരെ പുച്ഛിച്ച് സംസാരിക്കുക, അവരെ പരിഹസിക്കുക. അത് ശരിക്കും എന്താണ്, ആ കുടുംബത്തിന് തന്നെ അത് വലിയൊരു അവരുടെ കുടുംബത്തിന്റെ നമ്മൾ പറയില്ലേ, ആ ഒരു അവരെ കുറിച്ചുള്ള ഒരു ഇമേജ് തന്നെയാണ് അവിടെ ഇല്ലാതായി നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു മൂന്നാമത്തെ പോയിന്റും ഒരിക്കലും ലൈഫിൽ ഉണ്ടാവരുത് എന്ന് ഗോട്ട്മാൻ പ്രത്യേകം പറയുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോൺ വാളിംഗ് മീൻസ് വിഡ്രോയിങ് ഫ്രം ഇന്ററാക്ഷൻസ് എന്നാണ്. അല്ലെങ്കിൽ സ്റ്റോൺ വാളിംഗ് ഓർ വിഡ്രോയിങ് ഫ്രം ഇന്ററാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പോഴെന്താണ് എല്ലാത്തിൽ നിന്നും എല്ലാ ഇന്ററാക്ഷൻസിൽ നിന്നും വിട്ടു നിൽക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അവരുടെ സംസാരിക്കേണ്ട അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഇന്ററാക്ഷൻസ് നിന്ന് മൊത്തം മാറി നിൽക്കുക. അപ്പൊ ആ ഒരു 4 കാര്യങ്ങൾ കൂടെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഏതൊരു റിലേഷൻഷിപ്പിലും ഉണ്ടാവാൻ പാടില്ല എന്നും കൂടെ ഗോട്ട്മാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു തിയറിയിൽ നമ്മൾ ഈ ഗോട്ട്മാൻ എന്ന് പറയുന്ന കപ്പിൾസ് തെറാപ്പിയിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഗോട്ട്മാന്റെ ഈ തിയറി. ഈ തിയറിയിലൂടെ തന്നെ ഒരുപാട് പേർക്ക് പിന്നെ അതുപോലെ തന്നെ ഈ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബുക്സ് അതുപോലെ ഗോട്ട്മാന് കുറെ അവാർഡുകൾ, ഗോട്ട്മാനും അദ്ദേഹത്തിന്റെ വൈഫിന് അവാർഡുകൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഫാമിലി കൗൺസിലിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തിയറി കൂടിയാണ് ഗോട്ട്മാന്റെ ഈ തിയറി എന്നുകൂടെ ഞാൻ പറയാണ്. ഈ തിയറിക്ക് ഞാൻ ഇത്രയും പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഏറ്റവും നമ്മളെ റൂട്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഞാൻ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നോക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴും നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഏറ്റവും അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ തിരഞ്ഞു പോകുമ്പോൾ അതിൻ്റെ റൂട്ട് കിടക്കുകൾ എപ്പോഴും എവിടെയായിരിക്കാം, ഫാമിലിയിലായിരിക്കാം. ആ ഫാമിലിയിൽ നിന്നുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങളിൽ നിന്നോ ആയിരിക്കാം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് മോശം രീതിയിലേക്ക് പോവാനുള്ള സിറ്റുവേഷൻ ഭൂരിഭാഗവും ഉണ്ടാവുന്നത്. എല്ലായ്പ്പോഴും അല്ല, ഭൂരിഭാഗവും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നമ്മൾ ബോണ്ടായിട്ട് നിലനിർത്തേണ്ടത് ഇതിനെയാണ്, ഫാമിലിയാണ്. ആ ഫാമിലി അങ്ങനെ ബോണ്ടായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ അവിടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരിക്കണം. ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റവും പ്രധാനമായിട്ട് പാരൻസിനാണ് എന്നാണ് ഞാനിവിടെ ശക്തമായിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത്. എനിക്ക് ഇന്നത്തെ ടേക്ക് അവേസ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ അത് ഈ ഒരു എനിക്ക് എൻ്റെ ഈ ഒരു സെഷൻ നിന്ന് നിങ്ങൾ എടുക്കേണ്ട ആശയവും അത് തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ എപ്പോഴും കുട്ടികളെ നമ്മൾ വഴക്ക് പറയാതെ അല്ലെ അവരുടെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എപ്പോഴും റോൾ മോഡലായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയി നിന്നാൽ തന്നെ അത് കുട്ടികളിലേക്ക് വളരെ ഒരു നല്ലൊരു പോസിറ്റീവ് സൈനാണ്, അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഇമ്പാക്റ്റ് ആണ് കുട്ടികളിൽ ഓരോരുത്തരിലും ഉണ്ടാക്കാൻ സാധിക്കുക എന്നുകൂടെ ഞാൻ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഇന്നത്തെ സെഷന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് സംസാരിക്കാവുന്നതാണ്.
ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്തത് ഞാൻ ഈ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ഓരോ കുടുംബവും നന്നായി കഴിഞ്ഞാൽ, ഒരു ഫാമിലി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി സ്ട്രോങ് ആവും. അതിലൂടെ നമ്മുടെ രാജ്യം, അതുപോലെ ലോകം, അങ്ങനെ നമുക്ക് നല്ലൊരു ഒരു ബന്ധത്തിലൂടെ നല്ല സമാധാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്നുള്ള ഒരു ആശയമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സിന മാം. വളരെ നല്ലൊരു സെഷൻ. എന്താ പറയുക, ഇപ്പോ നമ്മുടെ ഈ സമയത്ത് ഒരുപാട് മൂല്യമുള്ള ഒരു നല്ലൊരു വിഷയം. കാര്യം എന്താ വെച്ചാൽ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ദമ്പതികളുടെ ഇടയിലാണ് ചേർച്ചയില്ലായ്മയും ഒരുപാട് ഡിവോഴ്സ് കേസുകളും അങ്ങനത്തെ കാര്യങ്ങളും വരുന്നതുകൊണ്ട് ദമ്പതികളുടെ ഇടയിൽ വേണ്ട ആ ചേർച്ചയെ കുറിച്ച് ഒരു 7 പോയിന്റുകൾ കൂടെ ചേർത്ത് വളരെ നന്നായിട്ട് വിശദീകരിച്ചതിന് താങ്ക് യു. നല്ലൊരു സെഷൻ. ഇനിയിപ്പോ ബാക്കിയുള്ളവർക്ക്, നിങ്ങൾ എല്ലാവരും കേട്ടിരുന്നിട്ടുണ്ടാവും, ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും അല്ലെ. ഒരുപാട് കഥകളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോ നിങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. വരൂ. ഹായ് സീനമ. ഹായ്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണെന്ന് നമ്മുടെ ട്രാൻസ്ഫർ ഗ്രൂപ്പിലേക്ക് മൂന്നാമതായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. വളരെ ഭംഗിയായിട്ട് മാമിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മാമിൽ നിന്ന് പ്രതീക്ഷിച്ച അതേ പിന്നെ എനർജിയോടുകൂടി വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ മില്ലിനീഡ്സ്, അങ്ങനത്തെ ജനറേഷൻ ഗ്യാപ്പ് അനുസരിച്ചിട്ട് ഈ കപ്പിൾസിൻ്റെ ഇടയിൽ പരസ്പരം ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, വിട്ടുവീഴ്ച മനോഭാവമൊക്കെ വളരെ കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പള്ളിയിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓരോ നാടുകളിലൊക്കെ എത്ര ഡൈവേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. കാരണം എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവർ ആദ്യം വരുന്നത് ഈ റിലീജിയസ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും. പരസ്പരം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്ററെ അവർ സമീപിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം കാലം വളരെ നിസ്സാരമായ, അതായത് ഇപ്പോൾ കല്യാണത്തിന് ശേഷം ചിലപ്പോൾ ജോലിക്ക് വിടാത്തത്, അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡിൻ്റെ പിന്നെ മൊബൈലിൻ്റെ അതായത് വളരെ നമുക്ക് എന്താ പറയുക, പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവരിങ്ങനെ ഓരോ കാരണമായിട്ട് പറയുന്നത്. പിന്നെ വേറൊരു കാരണം കൂടുതൽ പറയുന്നത് വീട്ടിൽ നിന്നുള്ള എക്സസീവായിട്ടുള്ള ഒരു കെയറിങ്ങും. അപ്പോൾ അത് ചിലപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതും പല രീതിയിലും പല കാരണങ്ങളാണ്. അപ്പോൾ ഏത് സമയത്തും പിന്നെ അവർക്ക് പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്നേഹം, വീട്ടുകാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അപ്പോൾ അവർ പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക. പിന്നെ ഹസ്ബൻഡിൻ്റെ രണ്ടുപേരുടെ ഈഗോ കോംപ്ലക്സ്, അങ്ങനെ ഒരുപാട് കേസ്. ഇപ്പോൾ ഈ അടുത്ത് മാരേജ് ചെയ്ത ഒരു വർഷത്തിൽ തന്നെ പള്ളികളിലൊക്കെ വരുന്നത് 50ഉം 60ഉം ഡൈവേഴ്സ് കേസുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് എല്ലാ റീജിയനിലും ഉണ്ടാകും. അപ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ മാം പറഞ്ഞത് ഈ നമ്മളെപ്പോൾ ആ ഒരു 80s 90s ഉള്ള കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ഒരു ഡൈജസ്റ്റ് ആവുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മുടെ പുതിയ ജനറേഷനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതൊന്നും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ മാം പറഞ്ഞു പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പറയുന്നത് എനിക്ക് കാലുള്ളത് പോലെ നിങ്ങൾക്കും കാലുണ്ട്, പോയി എടുത്തുകൊണ്ട് പോവാ. അങ്ങനത്തെയൊക്കെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പറയുന്നത്. ഇപ്പം മാം പറഞ്ഞ രീതിയിൽ അവർ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞവരിപ്പോൾ ഒരു മയിൽ കണ്ടിട്ട് ഒരാൾ കണ്ടിട്ട് വിളിക്കുന്നതായിരിക്കും. ആ സമയത്ത് അവരുടെ ആ ഒരു പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു ഇത്. അപ്പം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കപ്പിൾസിൻ്റെ ഇടയിൽ. നമ്മൾ ഇതിപ്പോൾ ഒരു വൃത്തം വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 പകുതിയാണ് ഹസ്ബൻഡും വൈഫും എന്ന് പറയാറുണ്ട്. അത് രണ്ടും എപ്പോഴും രണ്ടുപേരും തമ്മിൽ ഭയങ്കര പോസിറ്റീവ്, ഒരാൾക്കുള്ള പോസിറ്റീവ് മറ്റൊരാൾക്ക് ഭയങ്കര നെഗറ്റീവായിരിക്കും, അവരുടെ നെഗറ്റീവ് നമുക്ക് പോസിറ്റീവായിരിക്കും. അപ്പോൾ ഈ മാരേജ് കൗൺസിലിംഗ് ഒക്കെ, പ്രീ മാരേജ് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൂട്ടണം എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളെപ്പോലുള്ള കൗൺസിലിങ്ങുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ഫീൽഡിൽ കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡൈവോഴ്സുകളൊക്കെ കുറയ്ക്കാം.
എന്തായാലും ലൂയിസ് മാമിന് ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ക്ലാസ്. തീർച്ചയായിട്ടും ഇതൊരു പിന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന സീന മാമിന് വളരെ പ്രത്യേകം നന്ദി. താങ്ക് യു. ഇനി മാമിന് ഇതേപോലുള്ള ഒരു ഈ ടോപ്പിക് തന്നെ പല ഗ്രൂപ്പിലും എടുക്കാൻ കഴിയട്ടെ. റസാഖ് സാറ് ഓക്കെ, താങ്ക് യു. സീന മാം കൊണ്ടുവന്ന ആദ്യ വീഡിയോയിൽ തന്നെ ഉണ്ടല്ലോ, മഞ്ജു വാര്യർ പറയുന്നുണ്ടല്ലോ, ഇതിക്ക് മുമ്പ് നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്തിരുന്നത്, ഇനിയും അങ്ങനെ തന്നെ തുടർന്ന് ചെയ്താൽ മതി. ഇത് പുതിയ ജനറേഷനാണ്, അത് നോട്ട് അതെ. അല്ല, അതിനെ ചെയ്യണ്ടല്ലായിരുന്നു. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ജനറേഷനിൽ അത് പഴയ പുതിയ അതൊന്നും നമുക്ക് ഇപ്പോഴും ചെയ്യാൻ കഴിയില്ല, ഇംപ്ലിമെന്റ് അല്ല ചെയ്യുന്നത് ഇപ്പൊ ശരിയില്ല. ശരിക്കും മുമ്പ് നമ്മളൊന്ന് ചെയ്തു കൊടുക്കാൻ തയ്യാറെന്ന് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ വീട് ഇങ്ങനെ വേണം ആ, എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് നമ്മുടെ പാരന്റ്സ് ചെയ്യുന്നത് കണ്ട് ശീലിച്ചിട്ടുണ്ടായിരുന്നു, അത് അതെ. ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പുതിയ ജനറേഷൻ അല്ല, പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ തെളിവാണല്ലോ മഞ്ജു വാര്യരുടെ ഡയലോഗ്. കാലഘട്ടത്തിനനുസരിച്ച് പിന്നെ എന്താ പറയാ കൊണ്ടുവന്ന ഒരു മൂവിയാണത് ഇപ്പൊ. ശരി. അതെ, ഗുഡ് ഈവനിങ്. ഇത് ശരിക്കും 2030 ഡെവലപ്പ് ചെയ്ത തിയറിയാണ്. അതെ കൂടുതൽ അതെ പറയൂ ഒരുപാട് സീന മാം. വർഷമൊന്നും അല്ല ആയിട്ടില്ല, സൂസൻ പക്ഷെ ഹലോ, എന്നിരുന്നാലും ഗുഡ് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സുസൻ മാം കണ്ടിന്യൂ. സൂസൻ മാം പറയൂ. ഓക്കെ, യെസ്, വളരെ നല്ല സെഷൻ, നല്ലൊരു മെസ്സേജ്. Actually, it's very important for this to get out to everyone in terms of like ഇപ്പോഴത്തെ ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് അധികം ഇപ്പൊ പണ്ടത്തേതിലൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് ദാറ്റ് ദിസ് മെസ്സേജ് അക്രോസ് ടു എവറിബഡി. കാരണം കല്യാണം കഴിച്ചിട്ടല്ല ഇത് ചിന്തിക്കേണ്ടത്, അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിയലി ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വരേണ്ടത്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത് 50-50 എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് ആണ് ഒത്തിരി പേര് ചിന്തിക്കുന്നത്. ഞാൻ ദോശ ചുടാം, നീ സാമ്പാർ ഉണ്ടാക്കണം, അല്ലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാം, നീ ദോശ ചുടാം. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതി അല്ല. വട്ടെവർ ഈസ് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഒന്നും കാലത്തെ പോലല്ല. ഇപ്പൊ നിങ്ങളുടെ കാലത്ത് വരെയും സം ഓഫ് യു ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു സ്പെൻഡ് ടൈം. അങ്ങനെ ഞങ്ങളുടെ ഒന്നും കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. ഇന്ന ആളിനെ കെട്ടാൻ പറഞ്ഞു ഇന്ന ആളിനെ കെട്ടാൻ, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം സ്വാതന്ത്ര്യം കൂടി യു ഗെറ്റ് ടു ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ദേ ഗെറ്റ് ടു സ്പെൻഡ് എ ലോട്ട് മോർ ടൈം ടുഗെദർ. അവരൊരുമിച്ച് യാത്രകൾ വരെ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളവർ പോലും ദേ ആർ ബ്രേക്കിംഗ് അപ്പ് വെരി ക്വിക്ക്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അതിന്റെ കാതലായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ദൃഢമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ട്രസ്റ്റും കമ്മിറ്റ്മെന്റും, പിന്നെ ആ ഒരു ഫോർഡ്നെസ് ആൻഡ് അഡ്മിറേഷൻ ആൻഡ് ബിൽഡിംഗ് ലവ് മാപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ആ 4 ഹോഴ്സ്മെൻ ഉണ്ടല്ലോ, അത് ക്രിറ്റിസിസം, സ്റ്റോൺ വാളിങ്. അപ്പൊ അതൊക്കെ ശരിക്കും അത് ഗോട്ട്മാനും ജൂലി ഗോട്ട്മാനും എടുത്തു പറയുന്നുണ്ട്. അത് 4 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ഡിവോഴ്സ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം എനിക്കറിയാം എന്റെ നമുക്ക് കണ്ടിട്ടുള്ളതിൽ നിന്ന് തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം എനിവേ ഇറ്റ്സ് എ റൈറ്റ് മെസ്സേജ്. ബട്ട് ദിസ് മെസ്സേജ് ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിലായ നമ്മളെ കാട്ടിൽ കൂടുതൽ ഇറ്റ് ഷുഡ് റിയലി ഗോ ഔട്ട് ടു പീപ്പിൾ ഹു ആർ പ്ലാനിങ് ടു ഗെറ്റ് മാരീഡ്. ദേ ഗെറ്റ് ദിസ് അവയർനെസ് സോ ദാറ്റ് ദെയർ റിലേഷൻഷിപ്പ് വിൽ റിയലി ബി സ്ട്രോങ്. അപ്പം ഈ ലോയ്സ് ആണോ, ആർ യു അബൌട്ട് ടു ഗെറ്റ് മാരീഡ്? ഞാൻ വിംബിളിന്റെ ഇതിനകത്ത് ഒരെണ്ണം കിടക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു ലോയിസ് ആണോന്ന്. സോ കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. അപ്പൊ മെസ്സേജ് ഒക്കെ കേട്ടല്ലോ. അപ്പൊ യു വിൽ ഗെറ്റ് ദ റൈറ്റ് പ്രിപ്പറേഷൻസ് and the right step forward. So all the best to you. God bless you. And once again, very good session. Thank you so much. Well presented. Thank you, Susan ma'am. Yes. പിന്നെ ആ പടത്തിനകത്തെ പടം തിരിക്കണം കേട്ടോ, തല തിരിക്കണം, ഹൗസിന്റെ തല തിരിക്കണം. കാരണം ഓർഡർ ഇങ്ങനെയായിരിക്കുന്നത്. ഏറ്റവും താഴെയാണ്, ഏറ്റവും താഴെ ക്രിയേറ്റിംഗ് മീനിങ് എന്നുള്ളത് ഏറ്റവും മുകളിൽ ഫസ്റ്റ് ഫ്ലോറില് അതങ്ങനെയാണ്. യെസ്, ഏറ്റവും ആ രീതിയിലാണ്. അല്ല, പക്ഷെ അത് കിടക്കുന്നത് തല തിരിച്ച. അത് ശരിക്കും ഉള്ളതിനകത്ത് അങ്ങനെയല്ല. ശരിക്കും ഉള്ളതിനകത്ത് താഴെയാണ്. അതെ, ലവ് മാപ്പ് ഏറ്റവും താഴെ, അങ്ങനെ പക്ഷെ അതൊരു ക്ലാരിറ്റി ഉള്ള പിക്ചർ ആയില്ല. അപ്പോഴും ഞാൻ ക്ലാരിറ്റി ഉള്ള പിക്ചർ ഇങ്ങോട്ട് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ദാറ്റ് ഈസ് സെൻഡിങ് ദ മെസ്സേജ് തമ്മിൽ കൺഫ്യൂഷൻ വരുമേ. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ഏറ്റവും ടോപ്പിലാണ്
ക്രിയേറ്റിംഗ് മീനിങ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യുന്നത് താഴേന്ന് നല്ലതായിരിക്കും. ഇങ്ങനെ ഓക്കെ, പോയതാ. ഫസ്റ്റ് ഫ്ലോർ ലവ് മാപ്പ്, സെക്കൻഡ് ഇങ്ങനെ, യെസ്, ലാസ്റ്റ് ആണ് റൈറ്റ്, ഷെയർഡ് മീനിങ്. ഓക്കെ, യെസ്, താങ്ക് യു. അങ്ങനെ വരണം. ഓക്കെ, സോ എനിവേ, ഗുഡ് ഗുഡ് വർക്ക്. ഹായ് ലൂയിസ് മാം. നല്ല സെഷൻ ആയിരുന്നു. ഇപ്പൊ ഇതില് ഞാൻ എന്ത് പറയുന്നു നിങ്ങൾ നോക്കിയിരിക്കുകയായിരിക്കും. കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമാണ്. അപ്പൊ എന്തായാലും പേഴ്സണലി എനിക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഓൺ ടൈം ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ മാമിന് അതിന് പേഴ്സണലി നന്ദി പറയാണ്. പിന്നെ ഈ സൂസൻ മാം പറഞ്ഞൊരു കാര്യം തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ കല്യാണം കഴിച്ചിട്ട് അത് നേരെയാക്കാൻ പോയി കഷ്ടപ്പെട്ട് വിഷമിക്കുന്നേക്കാളും നല്ലത് അതിന് മുന്നേ ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം, സെൽഫ് അവയർനെസ് കുറെ അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാ റിലേഷൻഷിപ്പിലെയും പോലെ മാരേജ് ലൈഫിൽ ഇപ്പം എനിക്ക് എന്താണ് നല്ലത്, എനിക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് എന്താ ഇഷ്ടമല്ലാത്തത് ഞാൻ ആദ്യം മനസ്സിലാക്കാതെ, എന്നെ മനസ്സിലാക്കാതെ ഒരു ആളും കൂടി വരുന്നൊരു കമ്മിറ്റ്മെന്റിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആകുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല നമ്മൾ എന്തൊക്കെ നമ്മൾ പറയും, നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് എത്ര നന്നായിട്ട് പോയാലും എതിരെ വരുന്നവന് വെല്ലും ബ്രേക്കും ഇല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ തീരുമാനമാകും. അതുകൊണ്ട് ചില കാര്യങ്ങള് നമുക്ക് പോയി ചെന്നറിഞ്ഞ് നേരിട്ട് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ വിചാരിക്കുന്നു. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലൂയിസ് മാം. ഓൾ ദി ബെസ്റ്റ്. So she got a free premarital counseling. ശരിക്കും അതാ, when are you ഗവൺമെന്റ് getting തിയറി married? ഒക്കെ അപ്ലൈ ചെയ്യൂ. അതെ, when ഗവൺമെന്റ് are you തിയറി getting ഒക്കെ married? അപ്ലൈ ചെയ്യുക. സീനമ്മ ബ്യൂട്ടിഫുൾ വെറുതെ ലൂയിസ് മാം ലൈഫ് ഒരു മുൻകൂർ ജാ- സെലക്ട് ചെയ്തു. എന്നാണ് ലൂയിസ് മാം കല്യാണം ഒരു കഴിക്കുന്നത്? മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് അല്ലെ? ലൂയിസ് മാം ഒരു അതെ, മുൻകൂർ ജാമ്യം കൂടി എടുത്തു. അത് എതിരെ വരുന്ന ഓ വണ്ടിക്ക് ബെല്ലും ബ്രേക്ക് ഉണ്ടോ എന്ന് കൂടെ നോക്കണം. നോക്കണത്. Yes, അത് yes, നമുക്ക് അത് ദേവനോട് പറഞ്ഞു. പറയാം. Yeah. Lois, when are you getting married? May 9th. Oh, okay, that's, yeah, very soon. അപ്പം സൂസൻ മാമിന് soon to പോവാ. be. എറണാകുളം അല്ലേ? എവിടെയാ? എറണാകുളമാണോ? എറണാകുളം. അതെ അതെ, എറണാകുളത്താ. അത് ശരി. അങ്ങനെ വിളിയൊക്കെ Okay, all the, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ തിരക്കുകളിലാണ്. yeah, all the best to you. God bless you. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഞാനിന്ന് വിംബിളിനകത്ത് കണ്ടതാണ്. അപ്പൊ അന്നേരം എനിക്കൊന്ന് ഫൈസൽ സാർ ഇട്ടേക്കുന്നത്. അപ്പൊ അതെ, ഞാനിങ്ങനെ Yes. മനസ്സിൽ കൂടെ ഓർത്തു, ഈ ലോയിസ് തന്നെ ആയിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്ന്. അതെ, താങ്ക് യു. ഇനി ആരെങ്കിലും അഭിപ്രായങ്ങളുമായിട്ട് വരൂ. സീന, ഞാൻ ഓ, പുറത്താണുള്ളത്. അതുകൊണ്ട് വീഡിയോ ഓൺ ആണല്ലേ? ആക്കണില്ല ഓ, കേട്ടോ. അംബിക മാം. പറഞ്ഞോളൂ. ഓൺ ആക്കണില്ല. അപ്പൊ ഞാൻ സെഷൻ ആ കേട്ടു. ആ ഗോഡ്സ്മാൻ ലവ് തിയറി അല്ലേ? അപ്പൊ നല്ലൊരു ഗുഡ്. അല്ലെങ്കിൽ സീന എല്ലാം കൊണ്ടുവരുന്നതെല്ലാം അത് ദാമ്പത്യ ബന്ധങ്ങൾ എങ്ങനെ ദൃഢമാക്കാം, അല്ലേ, നല്ല രീതിയിലൊരു ജീവിതം കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് സീന നല്ല മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. ടുഡേ അങ്ങനെ തന്നെയാണ് പ്രസന്റ് ചെയ്തത്. അപ്പോൾ വളരെ മനോഹരമായൊരു സെഷനായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഭാഗം എനിക്ക് മിസ്സിംഗ് ആയി. ഞാൻ പുറത്താണ് ഉള്ളത്, അപ്പോൾ റേഞ്ച് കുറവുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു സെഷൻ കൊണ്ടുവന്നതിന്, പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ പുതിയ ജനറേഷന് അത് ജനറേഷൻ മാറുന്തോറും നമ്മളുടെ കാഴ്ചപ്പാടല്ല അവരുടെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ മകളുടെ കല്യാണം എൻഗേജ്മെന്റ് തലേ ദിവസം വേണ്ടാന്ന് വെക്കേണ്ടി വന്ന ആളാണ് ഞാൻ. അത് ഞങ്ങൾക്ക് വൈബൊക്കണില്ല എന്നാണ് അവൾ പറഞ്ഞത്. ഇപ്പൊ മോള് ഇവിടെ എന്റെ കൂടെ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് പറയണത്. അപ്പൊ തലേ ദിവസമാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. അപ്പൊ ആ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത പൈസ വരെ എനിക്ക് പോയി. അപ്പൊ ഓക്കെ, വൈബൊക്കണില്ലെങ്കിൽ വേണ്ട എന്ന് തന്നെ ഞാനും പറഞ്ഞു. അപ്പൊ പിന്നീട് അവള് തന്നെ കണ്ടുപിടിച്ച ആളാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ സന്തോഷമാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വളരെ ഫ്രീ ആയിട്ട് നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിലുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു റിലേഷൻഷിപ്സും അവരുടെ ആറ്റിറ്റ്യൂഡ്സും ഒക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിൽ അതൊക്കെ തെറ്റായിരിക്കാം, പക്ഷെ അവര് അങ്ങനെയല്ല, അവർക്ക് വേറെ വിഷനാണ്. അപ്പൊ നമ്മളത് അംഗീകരിച്ചേ മതിയാകൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അവർക്കൊപ്പം നിൽക്കാം, അത്രേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇതൊക്കെ അവരോട്, ഈ തിയറിയൊക്കെ അവരോട് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. അവര് അവരുടേതായ കാഴ്ചപ്പാടുള്ളവരാണ്. എനിവേ നല്ലൊരു സെഷനായിരുന്നു. അപ്പൊ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. താങ്ക് യു അംബിക മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ.
ശരിക്കും ഈ 13 വർഷം കൊണ്ട് തന്നെ നല്ല ചേഞ്ചസ് ആയില്ല. ശരിക്കും ഇപ്പോഴുള്ള ആ ഒരു തിയറി പലപ്പോഴും ഇപ്പൊ മാം പറഞ്ഞതും കറക്റ്റ് തന്നെയാണ്. പലപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ ഈ തിയറി ഒന്നും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. അവർക്കതിന്റെ അവയർനെസ് അവരുടെ ഇല്ലല്ലോ, കാര്യത്തിൽ അവയർനെസ് അവർക്ക് ഇല്ല, പല ഡിപ്പെൻഡ് ഇതൊന്നുമില്ല. ചെയ്യാന്നൊരു തീരുമാനം പോലും ഇല്ലല്ലോ. ഒരാളെ ഒരു ഇല്ല, കാര്യത്തിൽ അതേ അങ്ങനെയില്ല. അവർ സ്ഥാനത്ത് അവരുടേതായ അല്ല വഴി മാത്രം യെസ്, പക്ഷെ അതേ സ്ഥാനത്ത് ഇതാ ഇപ്പൊ ലോയിസ് മാമിനെ പോലുള്ള ആളുകളും ഉണ്ട്. എല്ലാം കേൾക്കാനും അല്ലെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും ഉള്ള ഒരു വിഭാഗം ആളുകൾ മൊത്തത്തിൽ നമുക്ക് അതെ ഈ ഒന്നടങ്കം സോഷ്യൽ പറയാനും മീഡിയയുടെ പറ്റില്ല. ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ആ സോഷ്യൽ മീഡിയയുടെ ആ ഇൻഫ്ലുവൻസ് പുറത്തൊക്കെ സോഷ്യൽ എന്ന് പറഞ്ഞാലേ ആ സൈക്കോളജി സ്കൂൾ തൊട്ടേ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്ന് അതെ പറയുന്നത് അതില്ല. അപ്പൊ ദിസ് ഷുഡ് റിയലി ഈ ചെറുപ്പത്തിൽ തൊട്ടേ സൈക്കോളജി കൊണ്ടുവരണം. പിന്നെ കോളേജ് ലെവലിലും ഒക്കെ ആകുമ്പോഴത്തേന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കവർ ചെയ്ത് ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ദ റിലേഷൻഷിപ്സ് വിൽ ബി മച്ച് ബെറ്റർ. പക്ഷെ നമ്മുടെ നാട്ടിലെ സിലബസിനകത്ത് ഈ ഇതൊന്നും ഇല്ലല്ലോ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലില്ല. ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ഗോട്ട്മാന്റെ കപ്പിൾസ് തെറാപ്പി ഒക്കെ ഫേമസ് ആ ശരിക്കും അമേരിക്കയിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തെറാപ്പി ടെക്നിക്സ് ആണ് ഗോട്ട്മാൻ്റെത്. അത് അവിടെയൊക്കെ കുറെയൊക്കെ സക്സസ് ആവുന്നുണ്ട്. പക്ഷെ കുറെ പ്രശ്നങ്ങളും 40 വർഷം ഉണ്ടാവുന്നുണ്ട്. കൊണ്ട് റിസർച്ച് ചെയ്തെടുത്ത സംഭവമല്ലേ. അതെ, സംഭവമല്ലേ. അതെ, പിന്നെ കാലം അംബിക മാം മാറുന്തോറും പറഞ്ഞ പോലെ തന്നെ ഒരു ആ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിരുന്നു. എന്റെ കസിന്റെ മോളുടെ. പക്ഷെ അത് എൻഗേജ്മെന്റും എല്ലാം കഴിഞ്ഞ് കല്യാണത്തിന് ഒരു 10 ദിവസം മുമ്പാണ്. ഒരു കോഫി കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത്, ഇത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല, ഇവിടെ വെച്ച് നിർത്താന്ന്. പിന്നെ അറിയാലോ നാട്ടിലെ ബഹളവും ഒച്ചപ്പാടുകളും അതെ ഒക്കെ. പക്ഷെ കാര്യമില്ല. എന്തിനാണ് നമ്മൾ ആ വഴിക്ക് പോയിട്ട്, അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ അത് പോവാണ്ടിരിക്കുക എന്നുള്ളതിൽ നിർത്തിവെച്ചു. പറഞ്ഞ പോലെ വേറൊരു കല്യാണം കഴിച്ചു, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവരുടെ തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് പറയാനും നമുക്ക് അവകാശമില്ല. നമുക്ക് പറ്റില്ല. അതെ, പറ്റില്ല എന്ന് തോന്നുമ്പോ അത് ശരിക്കും എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ്. അല്ലാതെ അതെ വലിച്ചു നീട്ടി ഇങ്ങനെ മുന്നോട്ട് നിർബന്ധിക്കാൻ പാടില്ല. കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥമല്ല. അതെ. ഗുഡ് ഈവനിങ് എന്തായാലും സീന മാം. ഓ റഫ്സാർ, നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നേരത്തെ സൂസൻ മാം ഒക്കെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ഈ മുമ്പൊക്കെ റിലേഷൻസ് കുറച്ചും കൂടെ കാലം നിലനിന്നിരുന്നത് ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ആണെങ്കിലും അതല്ല കുടുംബപരമായിട്ടൊക്കെ ആണെങ്കിലും ഇപ്പൊ ഒന്നുകിൽ സാമ്പത്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താൽ നമ്മളെ വീട്ടുകാരെ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നല്ലോ. ഇപ്പോഴത്തെ ജനറേഷൻ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങോട്ടും ഡിപ്പെൻഡൻസി ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് തീരുമാനം എടുക്കാൻ പറ്റുന്നത്. റാണി മാം പറഞ്ഞ പോലെ അത് ഒരു കണക്ക് നല്ലതാണ്. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നത്? അതൊരു മോശം സംഗതിയായിട്ടും കാണേണ്ടതില്ല. ഒരു റിലേഷൻ ഇല്ല, ഇത്ര കാലം കുറച്ചു മുമ്പ് അവർ നിലനിൽക്കണം എന്നുള്ള തീരുമാനിക്കുന്നു. നിർബന്ധം ഇല്ലല്ലോ. ഉള്ളിടത്തോളം കാലം നല്ല രീതിയിൽ കൊണ്ടുപോവുക, ഒരുമിച്ച് ജീവിക്കുന്ന കാലം നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത്. ഇവിടെയൊക്കെ അവരെങ്ങനെ ചെയ്യുന്നത്, അവർ ജീവിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ജീവിക്കും. പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരടുത്താളെ നോക്കി പോകും. പക്ഷെ അവര് ആ ഫാമിലി ആ ടൈം ഫ്രണ്ട്ഷിപ്പ് സമയത്ത് വിടുന്നില്ല. അതെ അല്ല, അവർ ആ നന്നായിട്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകും. വിടാതെ കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അത് പിന്നെ മിണ്ടത്തില്ല, പിന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കായി, ബന്ധുക്കൾ തമ്മിലുള്ള അടിയായി, അങ്ങനെയൊക്കെ മാറുന്നു. അത് പാടില്ല എന്നുള്ളതാണ്. എപ്പോഴാണോ കൈ കൊടുത്ത് പിരിയാൻ പറ്റുന്നത് അവിടെ വെച്ച് പിരിഞ്ഞിട്ട് അടുത്ത എന്താണ് വാട്ട് നെക്സ്റ്റ് എന്ന് നോക്കുക. പിന്നെ മൊറാല എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതും കുറഞ്ഞു വരുന്നുണ്ട്. അതിന്റെയും കൂടെ എന്തായാലും നല്ലൊരു അതെ, സെഷൻ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോ ഒരു എല്ലാവർക്കും വൈഡ് ചിന്തിക്കാവുന്ന. ഡിസ്കഷനുള്ള ടോപ്പിക് ആണ് ഇത് ശരിക്കും. ഈ ഞങ്ങളുടെയൊക്കെ സമയത്തില്ലേ, അപ്പൊ വീട്ടിലൊന്നും ഇതുപോലെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും പോലും പറ്റത്തില്ല. അതിന് പറഞ്ഞു അതൊന്നും സാരമില്ല മോളെ, ചട്ടിയും കലമാകുമ്പോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും എന്നുള്ള ഒരു ഇതായിരുന്നു നമ്മുടെ അടുത്ത്. അതെ, അതുപോലെ ഇതൊന്നും പറഞ്ഞ് ഇങ്ങോട്ടെങ്ങും വരികയോ വേണ്ട എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നു അവിടെ അന്ന്. പക്ഷെ ഇപ്പോഴേ നിന്നോളാന്നുള്ളൊരു അതെ ചിന്താഗതിയാണ് അല്ലേ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ശരിക്കും. ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മുടെ മക്കൾക്ക് പറ്റില്ലേ, നമ്മൾ അവരോട് പറയും വേണ്ട, യു ജസ്റ്റ് വേണ്ട, ഇറ്റ്സ് ഇങ്ങോട്ട് നോട്ട് വർക്കിംഗ്. പോരൂന്നാ പറയേണ്ടത്. കാരണം ഇപ്പം വേറൊരു ലെവലാണ്. ഇപ്പം വേറൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക, ഈവൻ കൊല്ലുന്ന ലെവൽ വരെയൊക്കെ എത്തുവാണ്. സോ അതെ, പിള്ളേരുടെ സുരക്ഷിതത്വം ഒക്കെ നമ്മൾ നോക്കണമല്ലോ. സോ അതെ അങ്ങോട്ടൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് പോവില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാല് അത് അറിഞ്ഞു പിരിയുന്നത് കഴിയുമ്പോൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അത് പേഴ്സണാലിറ്റി ഡിഫറൻസസ് ഒക്കെ ഇതൊരു വരുമ്പോഴത്തേനെ യാതൊരു വിധത്തിലും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് കിട്ടുന്ന അതെ ഒന്നല്ലല്ലോ. തീർച്ചയായിട്ടും നല്ലതല്ല. റാണി മാം, നമ്മുടെ സമയമായി എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അതെ തന്നെ. വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഇനിയിപ്പോ ആരും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പോ ഓക്കെ. എന്താണ് നല്ലൊരു സെഷൻ, നല്ല കാര്യകാലിക പ്രശസ്തമായ നല്ലൊരു വിഷയം അവതരിപ്പിച്ചതിന് സീന മാമിന്
നന്ദി പറയുന്നു. അതോടൊപ്പം ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇരുന്ന, നമ്മളുടെ സെഷൻ വളരെ ലൈവാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നല്ലൊരു നിദ്ര അല്ലെങ്കിൽ നല്ലൊരു രാത്രി എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. ഇനി അടുത്ത വ്യാഴാഴ്ച പുതിയൊരു ട്രെയിനറുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, താങ്ക് യു ഓൾ. Good night. Good night. Thank you. Good night. Bye bye. Bye bye. Bye bye.